ഹായ് ഓൾ, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻഷുറൻസ് ആസ് എ സോഷ്യൽ സെക്യൂരിറ്റി ടൂൾ. ഇൻഷുറൻസ് എങ്ങനെയാണ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ടൂളായി മാറുന്നത് എന്നുള്ളതാണ്. ഇൻഷുറൻസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം സ്പോൺസേർഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്തിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഇൻഷുറൻസിനുണ്ട്. ഇൻഷുറൻസ് ആക്ട് 1932 made it mandatory for insurance company to offer a percentage of business to the people in the rural sector. അപ്പോൾ ഇൻഷുറൻസ് ആക്ട് 1932 പറയുന്നുണ്ട് മാൻഡേറ്ററി ആണ് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ബിസിനസ് റൂറൽ സെക്ടറിലും കൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സം ഓഫ് ദ ലെജിസ്ലേഷൻ പാസ്ഡ് ആൻഡ് സ്കീംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എഫേർട്ട് ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി ആസ് ഗിവൺ ബിലോ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻസും അതിൻ്റെ ബേസിൽ വന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923. ദ ആക്ട് വാസ് പാസ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് വർക്കേഴ്സ്. ഈ ആക്ട് പേര് പോലെ തന്നെ വർക്കേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ കോമ്പൻസേഷൻ ഓഫ് ദീസ് വർക്കേഴ്സ് ഹു സബ്സ്റ്റെയിൻസ് പേഴ്സണൽ ഇഞ്ചുറി ബൈ ആക്സിഡൻറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ദ കോഴ്സ് ഓഫ് ദെയർ എംപ്ലോയ്മെൻറ്റ്. മീൻസ് ഈ ഒരു ആക്ട് പ്രകാരം വർക്കിംഗ് ടൈമിൽ പേഴ്സണൽ ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ള വർക്ക്മാന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു കോമ്പൻസേഷന് എൻഷുർ ചെയ്യുന്ന ആക്റ്റാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923. ദ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു പെർമനൻറ്റ് എംപ്ലോയീസ് എംപ്ലോയ്ഡ് ഇൻ റെയിൽവേ, ഫാക്ടറി, മൈനിങ്, പ്ലാന്റേഷൻ എക്സെട്ര. ഈ ആക്ടിൽ പറയുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് റെയിൽവേയിൽ, ഫാക്ടറീസ്, മൈനിങ്ങിൽ, അതുപോലെ തന്നെ പ്ലാന്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന പെർമനൻറ്റ് എംപ്ലോയീസ് ആയിരിക്കണം. ഹൂ സാലറി ഡസ് നോട്ട് എക്സീഡ് ₹1000. അവരുടെ സാലറി 1000 rupeesന് കൂടാൻ പാടില്ല. അത്തരം ആളുകൾക്കാണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ആക്ട് ആണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. അപ്പോൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് വന്നിട്ടുള്ളത് 1948ലാണ്. ദ ആക്ട് വാസ് ഡെവലപ്ഡ് ടു പ്രൊവൈഡ് സിക്നെസ് ബെനിഫിറ്റ് ടു വർക്കേഴ്സ്. വർക്കേഴ്സിന് സിക്നെസ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിൻ്റെ മെയിൻ പർപ്പസ്. ഇറ്റ് കവേഴ്സ് ഓൾ ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. എല്ലാ ടൈപ്പ് എംപ്ലോയീസ് ഇതിൽ കവർ ചെയ്യും. മീൻസ് മാനുവൽ, ക്ലറിക്കൽ, സൂപ്പർവൈസർ, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, അങ്ങനെയുള്ള എല്ലാ എംപ്ലോയീസും വരും. ഹൂ സാലറി ഡസ് നോട്ട് എക്സീഡ് ₹1600 പെർ മന്ത്. പക്ഷേ ഈ ആക്ട് പ്രകാരം 1600 പെർ മന്തിൽ കൂടുതൽ സാലറി കിട്ടാത്ത എംപ്ലോയീസിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദീസ് സ്കീംസ് പ്രൊവൈഡ് 5 ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ്. ഈ ഒരു സ്കീം പ്രകാരം 5 ബെനിഫിറ്റ്സ് ആണ് വർക്കേഴ്സിന് കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ ബെനിഫിറ്റ്, സെക്കൻഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഡിപ്പെൻഡന്റ് ബെനിഫിറ്റ് ആൻഡ് ഫ്യൂണറൽ ബെനിഫിറ്റ്. ഇപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ആക്ട് പ്രകാരം എംപ്ലോയീസിന് കിട്ടുന്നത്. അതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. നെക്സ്റ്റ് വൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ആണ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988ലാണ്. ദിസ് ആക്ട് വാസ് amended to make third party liability insurance compulsory as no uninsured vehicle is allowed to ply the road or in the any public place in India. മീൻസ് ഇന്ത്യയിൽ ഒരു പബ്ലിക് പ്ലേസിലും ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത വെഹിക്കിൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വെഹിക്കിൾസിന് കമ്പൽസറി ആക്കണം എന്നുള്ള രീതിയിൽ അമെൻഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആക്റ്റാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. അപ്പം എല്ലാ വെഹിക്കിൾസിനും തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പൽസറി ആണെന്ന് പറയുന്ന ആക്റ്റാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. നെക്സ്റ്റ് വൺ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ആക്ട് 1952. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ആക്ട് 1952 പറയുന്നത് അണ്ടർ ദിസ് സ്കീം an employee has to pay a certain contribution towards the scheme and an equal contribution is paid by the employer. ഈ ഒരു സ്കീമിലേക്ക് എംപ്ലോയി ഒരു certain contribution പ്രൊവൈഡ് ചെയ്യണം. അതേ കോൺട്രിബ്യൂഷൻ തന്നെ എംപ്ലോയറും ആ ഒരു സ്കീമിൽ ഇടണം. The employee get a lump sum amount including self and employer's contribution with the interest of both on retirement. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ഒരു ലംസം ഈ എമൗണ്ടിൻ്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് കിട്ടും. ആസ് പെർ ദിസ് റൂൾ ഇൻ EPF എംപ്ലോയി ഹൂസ് പേ ഈസ് മോർ ദാൻ 15,000 പെർ മന്ത് അറ്റ് ദി ടൈം ഓഫ് ജോയിനിങ് ഈസ് നോട്ട് എലിജിബിൾ. ഇനി ഈ ഒരു ആക്ട് പ്രകാരം എംപ്ലോയിയുടെ സാലറി ജോയിനിങ് ടൈമിൽ 15,000 rupeesന് മുകളിലാണ്, പെർ മന്ത് 15,000 മുകളിലാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല.
Employees drawing less than 15,000 per month have to mandatorily become the member of EPF. ഇനി എംപ്ലോയിയുടെ സാലറി 15,000-ന് താഴെയാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ടില്ലെങ്കിൽ എന്താണ് കമ്പൽസറി ആയിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു സ്കീമിന്റെ പാർട്ടായി മാറും. അപ്പോൾ ഇങ്ങനെ ഒരു സ്കീമാണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പറയുന്നത്. നെക്സ്റ്റ് വൺ ഫാമിലി പെൻഷൻ സ്കീം 1971. ഫാമിലി പെൻഷൻ സ്കീമിൽ പെൻഷൻ എന്ന് പറയുന്നത് ഈസ് പ്രൊവൈഡഡ് ടു വർക്കേഴ്സ് മന്ത്ലി ആഫ്റ്റർ റിട്ടയർമെന്റ് ടിൽ ഹി സർവൈവ്ഡ്. മീൻസ് എംപ്ലോയി റിട്ടയർമെന്റ് ശേഷം അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പെൻഷൻ കിട്ടണം എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഫാമിലി പെൻഷൻ സ്കീം 1971. ആൻഡ് ടു ഹിസ് വിഡോ ദെയർ ആഫ്റ്റർ. ഇനി അത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിഡോയ്ക്കും ആ ഒരു വൈഫ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ദി സ്കീം ഈസ് ഫിനാൻസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഈ ഒരു സ്കീമിനെ ഫിനാൻസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും പ്രൊവിഡന്റ് ഫണ്ടുമാണ്. അപ്പോൾ ഫാമിലി പെൻഷൻ സ്കീമിൽ എന്ന് പറയുന്നത് എംപ്ലോയി റിട്ടയർ ആയതിനു ശേഷം അയാൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കിട്ടണം, അയാൾ മരിക്കുന്നത് വരെ. അതുപോലെ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വൈഫിനും അതിന്റെ ഒരു ബെനിഫിറ്റ്, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് കിട്ടണം അവർ മരിക്കുന്നത് വരെ എന്ന് പറയുന്നിട്ടുള്ള സ്കീമാണ് ഫാമിലി പെൻഷൻ സ്കീം 1971. Next one, Payment of Gratuity Act 1972. Under this scheme, employees in factories, mining, plantation and railway etc. are entitled to gratuity after completing 5 years of service at half month's wage for each completed year of service subject to maximum of 20 months of wages. ഈ ഒരു സ്കീം പ്രകാരം ഫാക്ടറീസിൽ മൈനിങ്, പ്ലാന്റേഷൻ, റെയിൽവേയിലൊക്കെ വർക്ക് ചെയ്യുന്നിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ വർക്കിംഗ് എന്ന് പറയുന്നത് 5 years കംപ്ലീറ്റ് ചെയ്താൽ, അവരുടെ സർവീസ് 5 years കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള എല്ലാ കംപ്ലീറ്റഡ് ഇയേഴ്സിനും ഹാഫ് മന്ത് വേജ് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. മാക്സിമം 20 months വേജ് ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ആക്റ്റാണ് 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ 5 years ഓഫ് സർവീസ് കംപ്ലീറ്റ് ചെയ്ത ഏതൊരു ഫാക്ടറീസിലും മൈനിങ്ങിലും പ്ലാന്റേഷനിലും റെയിൽവേയിലെ പോലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യും. Next one, old age pension scheme ആണ്. Various state governments such as Kerala, Andhra Pradesh, Tamil Nadu etc. have introduced a scheme of old age pension to those persons of 60 years of age and poor and destitute. It is open to all. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളും അവിടെ ഉള്ള ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അതിനുശേഷം ഓൾഡ് ഏജ് പെൻഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഉണ്ട്. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഓപ്പൺ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് കമ്പൽസറി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ്. ദി സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് വിത്ത് ദ കോർപ്പറേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് അപ്ലൈസ് ടു സെർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്. ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. വിത്ത് LICയുമായിട്ട് ചേർന്ന് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പോൾ സെർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനാണത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദ എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ദർ എമൗണ്ട് മന്ത്ലി ടുവേർഡ്സ് ദ പ്രീമിയം. അപ്പോൾ എംപ്ലോയീസിന് ഈ ഒരു സ്കീമിലേക്ക് മന്ത്ലി ആയിട്ട് പ്രീമിയം കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ഇഫ് ദ മെമ്പർ ഡൈ വിത്തിൻ സർവീസ് an amount of rupees 10,000 is paid to the heir of deceased. മീൻസ് ഈ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള എംപ്ലോയി അദ്ദേഹത്തിന്റെ സർവീസിൽ തന്നെ, അദ്ദേഹം സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിപ്പെൻഡൻസിന് 10,000 rupees പേ ചെയ്യും. ഈ ഒരു ഇൻഷുറൻസ് ആണ് കമ്പൽസറി ഗ്രൂപ്പ് ഇൻഷുറൻസ്. നെക്സ്റ്റ് വൺ, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976 ആണ്. This scheme was launched for the benefit of employees covered under the Employees Provident Fund Scheme. അപ്പോൾ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിൽ അണ്ടറിൽ കവറിൽ വരുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976. Under this scheme, a legal heir of the deceased or the nominee of the Provident Fund scheme will get the average amount of balance in the Provident Fund account of the deceased in 3 years preceding death or rupees 10,000 whichever is less. ഈ ഒരു സ്കീം പ്രകാരം ഒരു എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർ അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നോമിനി ആയിട്ട് വെച്ചിട്ടുള്ള പേഴ്സണ് ഒരു ആവറേജ് എമൗണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള എമൗണ്ടിന്റെ ഒരു ആവറേജ് എമൗണ്ട്
3 പ്രിസീഡിങ് ഇയേഴ്സിലുള്ള എമൗണ്ട് വെച്ചിട്ടാണ് ഈ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ 10,000 റുപ്പീസ് വിച്ചോർ ഈസ് ലെസ് അദ്ദേഹത്തിന്റെ ഹെയറിന് കിട്ടും. ഈ ഒരു സ്കീമാണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഒരു സ്കീം പ്രകാരം ഡിസീസ്ഡ് പേഴ്സന്റെ ലീഗൽ ഹെയറിന് അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നോമിനി ആയിട്ട് വെച്ചിട്ടുള്ള ആൾക്ക് അദ്ദേഹത്തിന്റെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ അദ്ദേഹം മരിക്കുന്നതിന് 3 പ്രിസീഡിങ് ഇയേഴ്സ് ആയിട്ട് എത്ര എമൗണ്ട് അതിൽ ബാലൻസ് ഉണ്ടോ നോക്കി അതിന്റെ ആവറേജ് കണക്കാക്കിയിട്ട് ആ ആവറേജോ അല്ലെങ്കിൽ 10,000 റുപ്പീസോ വിച്ചെവർ ഈസ് ലെസ് അദ്ദേഹത്തിന് ലഭിക്കും. ആ ഒരു ലഭിക്കുന്ന സ്കീമാണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976. നെക്സ്റ്റ് വൺ ആണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991. It is the act to provide for public liability insurance for the purpose of providing immediate relief to the person affected by accident occurring while handling any hazardous substance and for matters connected therewith and incidental thereto. മീൻസ് ഈ ഒരു ആക്ട് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് ആക്സിഡന്റ് ഒക്കർ ചെയ്യുകയാണ്, അയാൾ ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കിട്ടണം. ആ ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് പ്രകാരം ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് റിലീഫിനുള്ള എമൗണ്ട് കിട്ടും. നെക്സ്റ്റ് വൺ Rajiv Gandhi Shramik Kalyan Yojana Unemployment Allowance Scheme. It was introduced in 2005. 2005 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ സ്കീം ഹൂസ് ലോസ്റ്റ് ദെയർ എംപ്ലോയ്മെന്റ് ഡ്യൂ ടു ക്ലോഷർ ഓഫ് ഫാക്ടറി ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ ദ പെർമനന്റ് ഇൻവാലിഡിറ്റി ആർ എൻറ്റൈറ്റിൽഡ് ടു അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഈക്വൽ ടു 50% ഓഫ് ദെയർ വേജസ് അപ് ടു 1 year. ഈ ഒരു സ്കീം പ്രകാരം ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ഫാക്ടറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ്സോ പെർമനന്റ് ഇൻവാലിഡിറ്റി ഏതെങ്കിലും സ്ഥാപനത്തിന് പെർമനന്റ് ഇൻവാലിഡിറ്റി ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ എംപ്ലോയി ചെയ്തിട്ടുള്ള അവിടെ അതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കിട്ടണം. ആ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ലാസ്റ്റ് 1 year അപ് ടു 1 year ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സാലറി അല്ലെങ്കിൽ വേജസിന്റെ 50% ആയിരിക്കും. The insured person, his family and his dependent are entitled to medical benefit from the day of entry into the insurable employment. ഇത്തരം ഇൻഷുറബിൾ എംപ്ലോയ്മെന്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്ക് ഇൻഷുർഡ് ആയിട്ടുള്ള പേഴ്സൺ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഡിപ്പെൻഡൻസിനും ഒക്കെ മെഡിക്കൽ ബെനിഫിറ്റ്സും ഈ ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയാണ് രാജീവ് ഗാന്ധി ശ്രമിക് കല്യാൺ യോജന. Next one, social security certificates ആണ്. It is developed in 1982. 1982 ഇത് ഡെവലപ്പ് ചെയ്തുള്ളത്. This certificate can purchase by any person who is between 18 and 45 years of age for the maximum amount not exceeding ₹5,000. അപ്പോൾ ₹5,000 വരെ മാക്സിമം ₹5,000 വരെയുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് 18 മുതൽ 45 ഇയേഴ്സ് ഏജ് വരെയുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ദ ഹോൾഡർ ഓഫ് ദി സർട്ടിഫിക്കറ്റ് വിൽ ഗെറ്റ് 3 times ഓഫ് ദി എമൗണ്ട് ഇൻവെസ്റ്റ് ആഫ്റ്റർ 10 years. അപ്പോൾ ഈ ഒരു എത്ര എമൗണ്ടിലാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ആ വാങ്ങിച്ച ആൾക്ക് അതിനുശേഷം ആഫ്റ്റർ 10 yearsൽ 3 തവണ ആ അടച്ചിട്ടുള്ള എമൗണ്ട് തിരികെ ലഭിക്കും. അതാണ് ഈ ഒരു സ്കീം സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്സ്. നെക്സ്റ്റ് വൺ പേഴ്സണൽ ആക്സിഡന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1985 ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പുവർ ഫാമിലീസ്. പാവപ്പെട്ട ഫാമിലീസിന് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുവർ ഫാമിലി ഉദ്ദേശിക്കുന്നതാണ് ഫാമിലി ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് ₹7,200 per year. ഫാമിലി ഇൻകം 7,200 രൂപയിൽ മുകളിലാവാത്ത ഫാമിലിനെയാണ് ഇവിടെ പുവർ ഫാമിലി എന്ന് പറയുന്നത്. ഈ സ്കീം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ് പേയ്മെന്റ് ഓഫ് ₹3,000 ഇൻ ദ ഇവന്റ് ഓഫ് ഡെത്ത് ഡ്യൂ ടു ആൻ ആക്സിഡന്റ് ഓഫ് എനി പേഴ്സൺ ഇൻ ദി ഏജ് ഓഫ് group of 18 to 60 years who is an earning member of the poor family. അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ ഏർണിംഗ് മെമ്പർ ആയിട്ടുള്ള 18 മുതൽ 60 ഇയേഴ്സിനിടയിൽ പ്രായമുള്ള ഏതെങ്കിലും ആൾ ആക്സിഡന്റ് വഴി മരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പർ ആക്സിഡന്റ് വഴി മരിക്കുകയാണെങ്കിൽ ഫാമിലിക്ക് ₹3,000 ആ ഒരു മരണസമയത്ത് ലഭിക്കും എന്നുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് പേഴ്സണൽ ആക്സിഡന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. നെക്സ്റ്റ് വൺ നാഷണൽ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് സ്കീം ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് രാഷ്ട്രീയ കൃഷി ബീമ യോജന. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1999-2000. അപ്പോൾ 1999-2000 വന്നിട്ടുള്ള
സ്കീമാണ് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീം. അപ്പം ദി സ്കീം പ്രൊവൈഡ്സ് ഇൻഷുറൻസ് കവറേജ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദി farmers in the event of failure of crops and subsequent low crop yield. മീൻസ് ക്രോപ്പിന്റെ yield കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാൻ ഫാമേഴ്സിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. ദിസ് മീൻസ് നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. അപ്പോൾ ഈ സ്കീമിന്റെ മീനിങ് എന്താണ്? നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്നാണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്കീം ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു BPL ഹൗസ് ഫ്രം ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അറൈസിംഗ് ഔട്ട് ഓഫ് ഹെൽത്ത് സ്റ്റോക്ക് ദാറ്റ് ഇൻവോൾവ്സ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പം പാവപ്പെട്ട BPL ഫാമിലിയിലുള്ള ആളുകൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന അവരുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിന് എക്സ്പെൻസിന് അല്ലെങ്കിൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തോളാം, ക്യാഷ് പ്രൊവൈഡ് ചെയ്തോളാം, അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്തോളാം എന്ന് പറയുന്ന സ്കീമാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 2008 ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ 25 സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഇത് 2008 ഈ ഒരു സ്കീം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 25 സ്റ്റേറ്റുകളിലും ഇതിനകം രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. ഇറ്റ് ഈസ് എ ഗവൺമെന്റ് ബാങ്ക് ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം. ഗവൺമെന്റിന്റെ ബാങ്ക് വഴിയുള്ള ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഫോർ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബിറ്റ്വീൻ 18 and 70 years വിത്ത് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉള്ള 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്കാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രൊവൈഡ് ചെയ്യുന്നത്. അണ്ടർ ദി സ്കീം if the insured died due to an accident, the nominee of the insured will get rupees 2 lakh as death benefit. ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുർ ചെയ്യപ്പെട്ടുള്ള ആള് ഏതെങ്കിലും ആക്സിഡന്റ് വഴി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് 2 ലക്ഷം രൂപ ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കും. The entire Indian citizens is eligible for this scheme. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൺസിനും ഈ ഒരു സ്കീമിന്റെ പാർട്ടാവാനുള്ള റൈറ്റ് ഉണ്ട്. A monthly payment is to be made of ₹12 as premium excluding service tax. സർവീസ് ടാക്സ് 12 rupees ആണ് ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുർഡ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ പ്രീമിയം 12 rupees ആണെന്നുള്ളത് ഓർക്കുക. ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് 2 lakh ആണ്. 18 മുതൽ 70 years ഏജ് ഉള്ള ബാങ്ക് അക്കൗണ്ട് ഉള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണിനും ഈ ഒരു സ്കീം പ്രകാരം അവരുടെ ലൈഫ് ഇൻഷുർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. ഈ ഒരു സ്കീം അവൈലബിൾ ആയിട്ടുള്ളത് പീപ്പിൾ ബിറ്റ്വീൻ 18 and 50 years. 18 മുതൽ 50 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു സ്കീം അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ബാങ്ക് അക്കൗണ്ട്. അവർക്ക് നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇറ്റ് ഹാസ് ആൻ ആനുവൽ പ്രീമിയം ഓഫ് 330. അപ്പം 330 രൂപയാണ് ഇതിന്റെ ആനുവൽ പ്രീമിയം. ദ എമൗണ്ട് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡെബിറ്റഡ് ഫ്രം ദ അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴി ആയതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തോളും. ഇൻ കേസ് ഓഫ് ഡെത്ത്, അപ്പോൾ ഈ ഒരു സ്കീം പ്രകാരം ഈ ഒരു ഇൻഷുർ ആയിട്ടുള്ള ആള് മരിച്ചു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണം കൊണ്ട് ആക്സിഡന്റ് ആയിട്ടുള്ള ഏതെങ്കിലും കാരണം കൊണ്ട് മരിച്ചു പോവുകയാണെങ്കിൽ ദ പേയ്മെന്റ് ടു ദി നോമിനി വിൽ ബി 2 lakh. അദ്ദേഹം കൊടുത്തിട്ടുള്ള നോമിനിക്ക് 2 ലക്ഷം രൂപ ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കും. Next scheme, Adal Pension Yojana. The government recently announced it for all bank account holders in the country. രാജ്യത്തിലെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു യോജനയാണ് അടൽ പെൻഷൻ യോജന. which provides ₹1,000 to ₹5,000 per month from the age of 60 depending upon the contribution. അപ്പം ഈ ഒരു സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് 60 വയസ്സിന് മുകളിലുള്ള ആയിട്ടുള്ള ആൾക്ക് 1000 മുതൽ 5000 രൂപ വരെ പെർ മന്ത് പെൻഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഈ ഒരു സ്കീമാണ് അടൽ പെൻഷൻ യോജന. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകൾ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻഷുറൻസ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റിൽ എന്താണ് ഇൻഷുറൻസിന്റെ റോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആസ് ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസസ് എ സേവിംഗ് ഓഫ് പീപ്പിൾ. ആളുകളുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻഷുറൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മിഡിൽ അല്ലെങ്കിൽ ലോവർ ഇൻകം പീപ്പിളിന്റെ കയ്യിൽ നിന്ന്
ഇൻഷുറൻസിന്റെ പ്രീമിയം റിസീവ് ചെയ്യും, അത് ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ്. സെക്കൻഡ് വൺ, ഇൻഷുറൻസ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ക്യാപിറ്റൽ ടു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. അപ്പം ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടും ഒക്കെ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ ഇൻഷുറൻസിന് സാധിക്കുന്നുണ്ട്. തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ബിസിനസ് ആൻഡ് ട്രേഡ് ബൈ ഷെയറിംഗ് റിസ്ക്. ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ റിസ്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഇൻഷുറൻസിന് സാധിക്കുന്നുണ്ട്. അപ്പം ഓർഗനൈസേഷൻസിന് അവരുടെ റിസ്ക് ഇൻഷുറൻസ് കമ്പനി വഴി ഷെയർ ചെയ്ത് അവർക്ക് കൂടുതൽ സെക്യൂർ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ഫോർത്ത് വൺ, ഇറ്റ് പ്രൊട്ടക്ട്സ് കമ്പനീസ് ഫ്രം ദി കോൺസിക്വൻസസ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു. ലോസിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പല കമ്പനികളും ഇൻഷുറൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കമ്പനീസിനെ ലോസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് ആണ്. ഫിഫ്ത്ത് വൺ, ഇറ്റ് എൻകറേജസ് ദ ബിസിനസ് മാൻ ടു ഇൻവെസ്റ്റ് ഫ്രീലി ഇൻ ബിസിനസ് എന്റർപ്രൈസ് വിത്ത് എനി ഫിയർ. ഒരു പേടിയും കൂടാതെ തന്നെ ബിസിനസ് മാനിന് അവർ ഫ്രീ ആയിട്ട് തന്നെ ഇൻഷുറൻസിനെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് മാനിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ്, അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ബിസിനസ് എന്റർപ്രൈസിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം വിതൗട്ട് ഫിയർ. നെക്സ്റ്റ്, ഇറ്റ് പ്രൊമോട്ട്സ് പോസിറ്റീവ് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇക്കണോമിക് ഗ്രോത്തിൽ പോസിറ്റീവ് ആയിട്ടാണ് ഇൻഷുറൻസിന്റെ റോൾ ഉള്ളത്. ലാസ്റ്റ് വൺ, ഇൻഷുറൻസ് എനേബിൾ റിസ്ക് അഡ്വേഴ്സ് ഇൻഡിവിജ്വൽ ആൻഡ് ഓണ്ടർപ്രണേഴ്സ് ടു അണ്ടർടേക്ക് ഹൈലി റിസ്കി പ്രൊജക്ട്സ്. മീൻസ് ഹൈ റിസ്കി പ്രൊജക്ട്സിൽ റിസ്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഇൻഷുറൻസിനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓണ്ടർപ്രണേഴ്സിനും അതുപോലെ തന്നെ ഹൈ റിസ്ക് അഡ്വേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും റിസ്കി പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇൻഷുറൻസും ഇക്കണോമിക് ബെനിഫിറ്റ്സും. അപ്പോൾ ഇൻഷുറൻസ് എങ്ങനെയാണ് ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.